ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നതായിട്ട് കാണാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദി ആയിഷ ബീവി റളിയല്ലാഹുവിനക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൽ വെള്ളി കൊണ്ടും അതുപോലെ സ്വർണം കൊണ്ടുള്ള കൊട്ടാരങ്ങളുണ്ട്. ഈ കൊട്ടാരം ആർക്കുള്ളതെന്ന് അറിയോ? ഇത് അറഫാ ദിവസം നോമ്പ് നോറ്റ ആളുകൾക്കുള്ളതാണ്. അപ്പൊ അറഫാ ദിവസം പ്രത്യേകം സുന്നത്തുള്ള ഒരു നോമ്പാണ് ഈ അറഫാ ദിവസത്തിലെ നോമ്പ്. അതിപ്പോൾ ആ നോമ്പ് നോക്കുന്നത് കൂടി കല ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ കരുതാം. അപ്പം അതിൻ്റെ കൂലിയിടും കിട്ടും, കല വീട് കിട്ടും ചെയ്യും, സുന്നോമ്പ് നമ്മൾ നടക്കും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, അതുപോലെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തിങ്ങൾ മുസഹാദ് ചെയ്യുന്ന 3 വിഭാഗമുണ്ട്. ഒന്നാരാണ് ശുഹദാക്കൾ, രണ്ടാമത് റമളാനിലെ രാത്രിയെ ധന്യമാക്കിയ ആളുകൾ, മൂന്നാമത്തെ ആ വിഭാഗത്തെ നമ്മൾ പെടണം മക്കളെ. ആ വിഭാഗം ഏതാണ്? അറഫാ ദിവസം നോമ്പ് നോറ്റ ആളുകളുടെ കയ്യ് ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തിങ്ങൾ കൈ പിടിച്ചത് മുസാഫത്ത് ചെയ്യും. ആ കൂട്ടത്തിലെങ്കിലും നമ്മൾ പെടണം ഇൻഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ്. അപ്പം അറഫാ ദിവസം എല്ലാവരും നോൽബ് നോൽക്കുക. ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, സമയം കണ്ടെത്തുക, മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുമ്പോൾ സാധുവായി എന്നെ കുടുംബത്തിൽ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അള്ളാഹ്. നിങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. പരിശുദ്ധമായ മക്കയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഇബാദത്തൊക്കെ സ്വീകരിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. എല്ലാവരും അറഫാ നോമ്പ് നോൽക്കുക.